ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് RCMൻ്റെ വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന പ്രോഡക്റ്റാണ്. ബീഫിനെ പോലെയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, ഹൈ പ്രോട്ടീനാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. അത് നമുക്ക് കിട്ടുന്നത് വലിയ വലിയ പീസുകളായിട്ടാണ്. അത് ചെറുതായി കട്ട് ചെയ്ത് ആദ്യമേ എടുക്കുക. നമ്മളെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ്. ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് എടുക്കുക. അങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പപ്പടം കാച്ചിയ എണ്ണയും ആദ്യം നമ്മൾ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇവിടെ RCM പ്രോഡക്റ്റായ തവിടെണ്ണയാണ്. തവിടെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച വെജിറ്റേറിയൻ ബൈറ്റ്സ് ആണ് ഇട്ട് കൊടുത്തത്. അത് നന്നായി വറുത്ത് കോരിയെടുക്കുക. നന്നായി ഇളക്കിയെടുത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് കടുക്, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കുക. ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി സവാള വഴണ്ട് വരും. അതിനുശേഷം തക്കാളിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായി വാടി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇളക്കുക. മസാലകളെല്ലാം അതിൽ പിടിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതെല്ലാം കൂടെ എടുത്ത് അതിലേക്ക് തട്ടിക്കൊടുക്കുക. അതിനുശേഷം നന്നായി അത് മസാലകളും എല്ലാം കൂടെ ചേർത്ത് അതിലേക്ക് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് എരിക്കനുസരിച്ച് വേണം എല്ലാവരും ചേർത്ത് കൊടുക്കാൻ. ആവശ്യമായിട്ടുള്ളത് കുരുമുളക് കൂടെ ചേർത്ത് അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. RCMൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതാണ്ട് വന്നിട്ടുണ്ട്. തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡിയായിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ബീഫിനേക്കാളും നല്ലതാണ്. വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് RCMൻ്റെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. എല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് നോക്കണേ. അതിനുശേഷം കറിയുടെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ചപ്പാത്തി പരത്തി നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഇച്ചിരി എണ്ണയും കൂടെ തൂവിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വേറൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതും ഗോതമ്പ് പൊടി നമ്മൾ RCMൻ്റെ പ്രോഡക്റ്റിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. RCMൻ്റെ പ്രോഡക്റ്റാണ് ഗോതമ്പ് മാവ് കേട്ടോ. നല്ല ഒറിജിനൽ ഗോതമ്പ് പൊടിയാണ്. നമ്മൾ ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുത്ത് അതിനകത്തൂടെ എണ്ണ തൂവിക്കൊടുത്ത് നല്ലപോലെ എണ്ണ തേച്ച് നല്ല രീതിയിലാക്കി എടുക്കും. വന്നതേ ഉള്ളൂ അങ്ങോട്ട് വീഡിയോ. തിരിച്ച് വിട്ട് കൊടുത്ത് നല്ല രീതിയിൽ എണ്ണ തേച്ച് കൊടുക്കണം. അത് നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡിയാണ്. അങ്ങനെ ആ ചപ്പാത്തിയുടെ കൂടെ വെജിറ്റേറിയൻ ബൈറ്റ്സിൻ്റെ കറിയും കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്.
അങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.